मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। അടിപൊളി. ഈ വർഷത്തെ സൈക്ലിംഗ് കോമ്പറ്റീഷനിൽ നിന്റെ റെക്കോർഡ് തന്നെ നീ മറികടന്നു. കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മുടെ സോർദാറാണ് ചാമ്പ്യൻ. കിറ്റി, ഈ സൈക്കിളും വെച്ചോണ്ട് നിനക്ക് കോമ്പറ്റീഷനിൽ ജയിക്കാൻ പറ്റത്തില്ല, സംശയമുണ്ടോ? വിജയം തോൽവിയും ഒരു വലിയ സംഭവമേ അല്ല. ഞാനൊരു രസത്തിന് വേണ്ടിയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സണ്ണി ഇപ്പോ ദരിദ്രനായി. മോട്ടോർ സൈക്കിൾ കളഞ്ഞിട്ട് ഇപ്പോ സൈക്കിളിൽ വന്നിരിക്കാണ്, സംശയമുണ്ടോ? നോക്ക്, നീ കരുതും പോലെ സാധാരണ സൈക്കിൾ അല്ല, ഇത് ഗിയറുള്ള സൈക്കിളാണ്. 15,000 രൂപയാ വില. ഇതിനു മുമ്പ് ഇതുപോലത്തെ സൈക്കിൾ നീ കണ്ടിട്ടുണ്ടോ? ഞാൻ ടിവിയിൽ കണ്ടിട്ടുണ്ടത്. നിനക്ക് ടിവിയിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഇത് വാങ്ങാനുള്ള കഴിവ് തീർച്ചയായിട്ടും നിനക്ക് ഉണ്ടാവില്ല. ഇത് കണ്ടല്ലോ, ദാ ഇങ്ങനെ ഓടിക്കാൻ കഴിയും. ഇതിനാണ് സൈക്കിൾ എന്ന് പറയുന്നത്. നിന്റെ ഈ പാട്ട വണ്ടിയല്ല. ഈ വർഷത്തെ ചാമ്പ്യൻ ഞാൻ തന്നെയായിരിക്കും. ചാമ്പ്യൻ ഗിയർ കൊണ്ടല്ല, പ്രാക്ടീസ് കൊണ്ടാണ് നേടുന്നത്. സോർദാർ ചാമ്പ്യൻ ആണ്, ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. മിണ്ടാതിരിക്കെ. നീ എന്തിനാ എങ്ങനെ സംസാരിക്കുന്നത്? എന്തായാലും ചാമ്പ്യൻ സോർദാർ അല്ലേ, അപ്പൊ സോർദാർ തന്നെ പറയട്ടെ. എന്ത് പറയുകയാണെങ്കിലും ചാമ്പ്യൻഷിപ്പ് ജയിച്ചതിന് ശേഷം പറഞ്ഞേക്കാം. കൊള്ളാം. എന്തായാലും തോറ്റതിന് ശേഷം നിനക്ക് ഒരിക്കലും പറയാൻ കഴിയില്ലല്ലോ. സണ്ണി, ഇത്ര അഹങ്കാരം നല്ലതിനല്ല. ഇത് അഹങ്കാരമൊന്നുമല്ല, കോൺഫിഡൻസാ. അല്ലെ ചാമ്പ്യൻ? എന്താ നമുക്ക് തുടങ്ങാം പ്രാക്ടീസ്. ശരി ശരി, തുടങ്ങാ സോർദാർ. സോർദാറെ, ഇവൻ ഇവിടെ തന്നെ തോൽപ്പിക്കേ. എങ്ങനെ കോമ്പറ്റീഷൻ ദിവസം ഇവൻ വരാതിരിക്കൂ. ഓക്കേ. സെറ്റ് ഗോ. കൊള്ളാം, ചാമ്പ്യൻ എന്തായാലും താഴെ പോയി. ഈ സണ്ണി ഫൗള് കളിച്ചു. ഇവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. വേണ്ട ബണ്ണി, നമ്മൾ സണ്ണി കൊടുക്കേണ്ട മറുപടി അവനെ ചാമ്പ്യൻഷിപ്പിൽ തോൽപ്പിച്ചിട്ടാണ്. പക്ഷെ നീ എങ്ങനെയാ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത്? നിന്റെ കാലിൽ പരിക്ക് പറ്റിയിരിക്കല്ലേ? ഞാനില്ലെങ്കിൽ എന്താ, ബണ്ണി അവനെ തോൽപ്പിക്കും. നിനക്കെന്താ വട്ടാണോ? എനിക്കെങ്ങനെ ജയിക്കാൻ കഴിയും? കൂടാതെ സണ്ണിയുടെ പക്കല് ഗിയർ സൈക്കിളാണ് ഉള്ളത്. നീ തന്നെയല്ലേ നേരത്തെ പറഞ്ഞത് ചാമ്പ്യൻ ഉണ്ടാകുന്നത് ഗിയറിൽ നിന്നല്ല പ്രാക്ടീസിൽ നിന്നാണെന്ന്, സംശയമുണ്ടോ? അതെ, പക്ഷേ നീ ഇതെനിക്ക് വേണ്ടി ചെയ്യണം എന്റെ ബണ്ണി. സോർദാർ പറഞ്ഞത് വളരെ ശരിയാണ് ബണ്ണി. 4 ദിവസമുണ്ട് പ്രാക്ടീസ് ചെയ്യ. ഈ ചാമ്പ്യൻഷിപ്പ് നിനക്ക് തന്നെ ജയിക്കാൻ കഴിയും. ഞാൻ നിനക്ക് ട്രെയിനിങ് തരാം. തീർച്ചയായും സോർദാർ, നിനക്ക് വേണ്ടിയും ആ സണ്ണിയുടെ അഹങ്കാരം തീർക്കാൻ വേണ്ടിയും തീർച്ചയായും ഞാൻ ഈ ചാമ്പ്യൻഷിപ്പ് ജയിക്കും. ബണ്ണി, ബോഡി വെയിറ്റ് ഫ്രണ്ട് ടയറിലേക്ക് കൊടുക്ക. സൈക്ലിംഗ് ചെയ്യാനായി കൂടുതൽ ശക്തി കാലിലാണ് വേണ്ടത്. 4 ദിവസത്തെ പ്രാക്ടീസ് കഴിഞ്ഞുവല്ലേ? കഴിഞ്ഞു. നോക്കിക്കോ, നാളത്തെ കോമ്പറ്റീഷൻ തീർച്ചയായിട്ടും ബണ്ണിയെ ജയിക്കൂ.
വയറ് വിശന്നാൽ നന്നായിട്ട് ആഹാരം കഴിക്കണം. പാർട്ടിസിപ്പൻസ് എല്ലാവരും ഉടൻ തന്നെ മുന്നോട്ട് വരണം. അടികൈ. ചാമ്പ്യൻ ജോർദാർ അവന് പകരക്കാരനെ അയച്ചിരിക്കുക, അതും പഴങ്കാലത്തുള്ള ഏതോ ഒരു സൈക്കിളുമായിട്ട്. മാഡം, നിങ്ങളും ഈ സൈക്ലിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നുണ്ടോ? വാവ്, അതും ഗിയറുള്ള സൈക്കിൾ വെച്ചോണ്ട്. ഈ സൈക്കിൾ ബണ്ണിക്ക് വേണ്ടിയുള്ളതാണ്. എനിക്ക് വേണ്ടിയോ? ബണ്ണി, നീ നിന്റെ കൂട്ടുകാർക്ക് വേണ്ടി ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോ ഞാൻ എന്റെ കുട്ടികൾക്ക് വേണ്ടി ഒരു സൈക്കിൾ പോലെ വാങ്ങിച്ചു തന്നോടാനുണ്ടോ? താങ്ക് യു മാഡം, താങ്ക് യു. സണ്ണി, നീ ഇവിടെ നോക്കിയോ, ജയിക്കാൻ പോകുന്നത് ബണ്ണി തന്നെയാണ്. ഓ, കാണാം. പാർട്ടിസിപ്പൻസ് എല്ലാവരും ഉടൻ തന്നെ തയ്യാറായി നിൽക്കുക. ഓൺ യുവർ മാർക്സ്, ഗെറ്റ് സെറ്റ്, ഗോ. സ്പ്രേ അടിച്ചാൽ നല്ല മണമാണ്. എല്ലാ പാർട്ടിസിപ്പൻസും അവരുടെ ശക്തി കാണിക്കുകയാണ്. അടികൈ. ഇനിയും വേഗത്തിൽ ബണ്ണി, ഇനിയും വേഗത്തിൽ. സണ്ണി, ഇവനെ ഞങ്ങൾ നോക്കിക്കോളാം, നീ പോയിക്കോ. അവന്റെ ഒരു വാശി കണ്ടില്ലേ, ഇന്നത്തോടെ ഞാൻ തീർത്തു കൊടുക്കാം. എന്തോ തെറ്റ് സംഭവിക്കാൻ പോകുന്നു, സംശയമുണ്ടോ? മാർച്ച് കഴിഞ്ഞാൽ വരുന്നത് ഏപ്രിൽ മാസമാണ്. ഈ സണ്ണിയുടെ ഗ്രൂപ്പ് ചീറ്റിംഗ് ചെയ്യുകയാണ്. അടികൈ. അവനെ തടയ. ഇനി നിനക്ക് ജയിക്കാൻ കഴിയില്ല. ജോർദാറിനെ പോലെ എന്നെയും പറ്റിക്കാമെന്ന് നീ കരുതണ്ട.
പറ്റും. നേരം പുലർന്നപ്പോൾ സൂര്യൻ ഉദിച്ചു. ബണ്ണി ഈ സൈക്ലിംഗ് കോമ്പറ്റീഷനിൽ ജയിച്ചു. അടികൈ. തെറ്റെന്നും തോൽക്കുകയേ ഉള്ളൂ, സത്യമെന്നും ജയിക്കും. സംശയമുണ്ടോ? ബണ്ണി വാ, വന്ന് ട്രോഫി വാങ്ങിച്ചോ. ട്രോഫി വാങ്ങേണ്ടത് ഞാനല്ല, ജോർദാറാണ്.